എവിടെ വന്നു എനിക്കറിയാം. എവിടെയാണ് വന്നത്? ചാനലുകളിലോ? ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പുറത്ത് എവിടെ വന്നു? ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. എന്താ ഉറക്കം വരുന്നു എന്നാണ് എന്റെ ചോദ്യം. അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പോയിന്റിലോട്ട് വരാം. ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു. ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് വഴിയേ അറിഞ്ഞോളൂ. ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ? പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ? ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. വെറുതെ അല്ല വെളുത്ത് തുടുത്ത് നിൽക്കണേ. ഒടുക്കത്തെ ബുദ്ധിയല്ലേ എന്റെ ചേട്ടായി. സമ്മതിച്ച് മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴി എന്താണ് എന്നതും കൃത്യമായി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെ വന്നു എനിക്കറിയാം. എവിടെയാണ് വന്നത്? ചാനലുകളിലോ? ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പുറത്ത് എവിടെ വന്നു? ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? മീഡിയ പറയുന്നതാണ് സത്യം അല്ലേ? ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും? നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, എനിക്കെല്ലാമായി തൃപ്തിയായി. നിലപാടിന്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്.